നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ തകർക്കാൻ നിർണായക വിവരങ്ങൾ നൽകിയത് മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ പരാഗ് ജെയിനെ റോയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ പാകിസ്ഥാനിൽ ബോംബ് സ്ഫോടനം നടന്നത് ഷഹബാസ് ഷെരീഫിന്റെ നെഞ്ചത്തും അസീം മുനീറിന്റെ നെഞ്ചത്തുമാണ്. പാകിസ്ഥാനിലെ ഓരോ മേഖലയും ഓരോ സ്ഥലവും നല്ലപോലെ അറിയാവുന്ന വ്യക്തിയാണ് പരാഗ് ജെയിൻ എന്ന റോ മേധാവി. വടക്കൻ വസീരിസ്ഥാനിൽ പാകിസ്ഥാന് നേരെയുണ്ടായ ചാവേർ ബോംബാക്രമണത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പാക് സൈന്യത്തിന്റെ ആരോപണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായി തള്ളുകയാണ്. പാകിസ്ഥാന്റെ ആരോപണം അവജ്ഞത അർഹിക്കുന്നുവെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ജൂൺ 28-ന് വസീരിസ്ഥാനിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ഞങ്ങൾ ശ്രദ്ധിച്ചു. ഈ പ്രസ്താവനയെ അർഹിക്കുന്ന അവജ്ഞതയോടെ ഞങ്ങൾ നിരസിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം രാവിലെ പുറത്തിറക്കിയ പ്രതികരണത്തിൽ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത്, അതായത് പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയപ്പോൾ അതിനുശേഷം നമ്മൾ നടത്തിയ ഒരു നടപടി ഓപ്പറേഷൻ സിന്ദൂർ, ആ നടപടി നടക്കുമ്പോഴും പാകിസ്ഥാനിൽ താലിബാന്റെ ആക്രമണം ഉണ്ടാകുന്നു, പാകിസ്ഥാന്റെ അകത്ത് തന്നെ ഉണ്ടാകുന്നു. കൂടാതെ ബലൂചിസ്ഥാന്റെ ആക്രമണം പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഒരു ആക്രമണം, ഇന്ത്യയിൽ നിന്നുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാൻ നേരിടുന്നു, ഇന്ത്യയുടെ സൈനിക നടപടി പാകിസ്ഥാൻ നേരിടുന്നു. അതിനു ഒപ്പം തന്നെ പാകിസ്ഥാന്റെ അകത്ത് തന്നെ ബലൂചിസ്ഥാന്റെ ആക്രമണം നടക്കുന്നു, താലിബാന്റെ ആക്രമണം എല്ലാം തന്നെ നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ പാകിസ്ഥാനിൽ എന്ത് ആക്രമണം ഉണ്ടായാലും അത് നേരെ കൊണ്ട് ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. കാരണം ഒരുപാട് ദിവസം, അതായത് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പാകിസ്ഥാനിൽ താലിബാൻ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചാവേർ ആക്രമണമായിട്ടായിരുന്നാലും ശരി തന്നെ, ബോംബ് ആക്രമണമായിട്ടായിരുന്നാലും വെടിവെപ്പായിരുന്നാലും അത് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന ചാവേർ ബോംബ് ആക്രമണത്തിൽ 16 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഖൈബർ പത്തുൻഷ പ്രവിശ്യയിലെ വടക്കൻ വസീർസ്ഥാൻ ജില്ലയിൽ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ആക്രമണം നടത്തിയത്. ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നത്. മരണസംഖ്യ 13 ആണെന്ന് നേരത്തെ കണക്കാക്കിയിരുന്നുവെങ്കിലും 16ആയി ഉയർന്നതായി റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സ്ഫോടനത്തിൽ 2 വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു. 6 കുട്ടികൾക്ക് പരിക്കേറ്റു. പാക് താലിബാന്റെ വിഭാഗമായ ഹഫീസ് ഗുൽ ബഹാദൂർ ഗ്രൂപ്പ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഭീകരവാദ സംഘം സമ്മതിച്ചിട്ടും പാകിസ്ഥാൻ സൈന്യം വിദേശ പങ്കാളിത്തം ആരോപിക്കുകയാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജൂൺ 28-ന് വസീർസ്ഥാനിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയാണ് ഇന്ത്യ ഇന്ന് തിരിച്ചൊരു മറുപടി നൽകിയത്. ഈ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളുന്നുവെന്നാണ് വിദേശകാര്യ സെക്രട്ടറി രൺധീർ ജയ്സ്വാൾ എക്സിലൂടെ അറിയിച്ചത്. ഖൈബർ പത്തൂഷ്യ പ്രവിശ്യയിലെ വടക്കൻ വസീസ്ഥാൻ ജില്ലയിൽ ഖാദി ഗ്രാമത്തിൽ ആണ് ഇന്നലെ ഒരു ഉച്ചയോടെ ഒരു ആക്രമണം ഉണ്ടായത്. ആ ഒരു ആക്രമണം രാത്രിയും ചെറിയ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടായി. സൈനിക വാഹന വ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയാണ് ആക്രമണം ഉണ്ടായത്. സൈനിക നീക്കം നടക്കുന്നതിനാൽ മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2021-ൽ അഫ്ഗാന്റെ ഭരണം താലിബാൻ കൈയടക്കിയ ശേഷം പാക് അതിർത്തിയിൽ ചാവേർ സ്ഫോടനങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. ഖൈബർ പത്തൂഷ്യയിലും അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിലും വിമോചന പോരാട്ടം ശക്തമാണ്. ഈ വർഷം മാത്രം ആക്രമണങ്ങളിൽ ഏകദേശം 290 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സൈനികരാണ് എന്നാണ് വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. സിന്ധു നദീജലം തന്നില്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് വെറുതെ ഭീഷണി മുഴക്കി 2 ദിവസം കഴിഞ്ഞതേയുള്ളൂ. കൂടാതെ പുതിയ റോ മേധാവി ചാർജ് എടുക്കാൻ ഒരുങ്ങുന്നതിനിടെ, അതായത് ജൂലൈ 1-നാണ് പുതിയ റോ മേധാവി ചാർജ് എടുക്കുന്നത്. ആ സമയത്താണ് പാകിസ്ഥാനിൽ ഇപ്പോൾ വെടിപൊട്ടിയതെങ്കിൽ പുതിയ റോ മേധാവി ചാർജ് എടുത്ത് കഴിഞ്ഞ ഉടനെ പാകിസ്ഥാനിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം പുതിയതായി ചാർജ് എടുക്കുന്ന പരാഗ് ജെയിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ഓരോ മുക്കും മൂലയും നല്ലപോലെ അറിയാവുന്ന വ്യക്തിയാണ്. കാരണം റോയെ സംബന്ധിച്ചിടത്തോളം അവിടെ പാകിസ്ഥാനിലും കറാച്ചിയിലും ഇസ്ലാമാബാദിലും അടക്കം ഇൻപുട്ട് റോയ്ക്ക് ഇഷ്ടം പോലെ തന്നെയുണ്ട്. അവിടെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അടക്കം, അവിടുത്തെ മുസ്ലിമുകളടക്കം നമ്മുടെ റോയെ സഹായിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം അവർക്ക് തന്നെ അവിടെ വലിയ രീതിയിലൊരു നെറ്റ്വർക്ക് നമ്മുടെ റോയ്ക്ക് തന്നെ ഉള്ളത് കൊണ്ട് അവിടെ ഒരു ആക്രമണം നടത്താൻ, അല്ലെങ്കിൽ അവരുടെ ഓരോ ഇൻപുട്ടുകൾ നമുക്ക് പിടിച്ചെടുക്കാൻ എളുപ്പമാണ് എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.